നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴ വളഞ്ഞവഴിയിൽ മത്സ്യഫെഡിന്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിൽ അധ്യക്ഷനായി. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. ജില്ലാ ഭരണകൂടവും നാഷണൽ ട്രസ്റ്റ് LLCയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ചമ്പക്കുളം ബ്ലോക്ക് തല പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരവും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു ധർണ. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴിയിൽ മത്സ്യഫെഡിന്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിൽ അധ്യക്ഷനായി. കേരളത്തിന്റെ എല്ലാ ഭാഗത്തും 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ ആരംഭിക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സംരംഭങ്ങളും ഫിഷറീസ് വകുപ്പ് വ്യാപിപ്പിക്കുകയാണിപ്പോൾ. മത്സ്യഫെഡിന് കീഴിലുള്ള സംഘങ്ങളുടെ നിക്ഷേപ സമാഹരണവും ശാക്തീകരണവുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ വളഞ്ഞവഴി പടിഞ്ഞാറ് ഭാഗത്ത് നിർമ്മിച്ച മത്സ്യഫെഡ് ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ സ്റ്റേറ്റ് മാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും നല്ല മറൈൻ ഡിസ്ട്രിക്ട് ജില്ല അതും കേരളത്തിലാണ്. അത് നമ്മുടെ മനോഹരന്റെ ജില്ല കൊല്ലം ജില്ലയാണ് ഏറ്റവും നല്ല മറൈൻ ജില്ല. എന്താണ് ഏറ്റവും നല്ല തീരദേശ സംസ്ഥാനം, ഏറ്റവും നല്ല തീരദേശ ജില്ല? നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ പരിശോധനയിൽ കിട്ടിയ നേട്ടമാണ്. നമ്മളെക്കാൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു എന്ന് പറഞ്ഞ പല സംസ്ഥാനം, ഗുജറാത്ത് അടക്കം പല സംസ്ഥാനങ്ങൾ, ആന്ധ്രാപ്രദേശ് അടക്കം നമ്മളെക്കാൾ ഒരുപാട് മത്സ്യമേഖല ചെയ്യുന്നു എന്ന് ഒരുപാട് പ്രചരണങ്ങൾ നടന്നെങ്കിലും കേരളം മത്സ്യത്തൊഴിലാളികളെ കരുതിയതുപോലെ ഒരു ഗവൺമെന്റും ഇന്ത്യയിൽ മത്സ്യത്തൊഴിലാളികളെ കരുതിയില്ല എന്നതിന്റെ അങ്ങേയറ്റം അംഗീകാരമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ തന്നിരിക്കുന്നത്. അത് ചെറിയ കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട BP ചിത്രൻ ഞാൻ പറഞ്ഞല്ലോ, പുനർഗേഹം ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ തീരമേഖലയിൽ ഭവനരഹിതനായ 100 കണക്കിന് മത്സ്യത്തൊഴിലുണ്ടായിരുന്നു. കടൽക്ഷോഭത്തിന്റെ ഭാഗത്ത് ഈ അമ്പലപ്പുഴയിൽ എത്ര വീടായിരുന്നു ചിത്രഞ്ഞ? 82 85 വീട് അമ്പലപ്പുഴയിൽ വഴിയാധാരം. ഗോഡൌണിലും വിവിധ സർക്കാർ ഓഫീസുകളിലും വഴിയാധാരമായി കിടന്ന ഒരു സമൂഹത്തിൽ കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 22,000 വീടുകൾ മത്സ്യമേഖലയിൽ നിർമ്മിച്ചു നൽകി. പുനർഗേഹം പദ്ധതിയിലൂടെ 8,300 വീടുകൾ നൽകി. തോട്ടപ്പള്ളിയിൽ 204 ഫ്ളാറ്റുകൾ 2-3 മാസത്തിനകം കൈമാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കെട്ടിട സമുച്ചയത്തിലെ ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. വ്യാസ സ്റ്റോറും OBM സർവീസ് സെന്ററും കെട്ടിടത്തിൽ പ്രവർത്തിക്കും. മത്സ്യഫെഡ് ചെയർമാൻ T മനോഹരൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാഗേഷ്, അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S ഹാരിസ്, പുറക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AS സുദർശനൻ, പുന്നപ്ര തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PG സൈറസ്, അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് പ്രദീപ് T, PS ബാബു, C ഷ്യാംജി, PI ഹാരിസ്, മത്സ്യഫെഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P സഹദേവൻ, AV അനിത, മത്സ്യഫെഡ് ജില്ലാ മാനേജർ B ഷാനവാസ്, A ഓമനക്കുട്ടൻ, M റഫീഖ്, VC മധു, ബിനു പൊന്നപ്പൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷനായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് പാസ്പോർട്ട് ഓഫീസിലേക്ക് ഇതാ എത്തിച്ചേരുകയാണ്. പ്രതിഷേധ മാർച്ച് പാസ്പോർട്ട് ഓഫീസിന് മുന്നിലെത്തിച്ചേരുമ്പോൾ ധർണാ സമരം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. LDFന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. നേരത്തെ ഇരുമ്പ് പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. തുടർന്ന് നടത്തിയ പ്രതിഷേധ ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. അതിനാവശ്യമായിട്ടുള്ള നിയമം അനുവദിക്കുന്ന ഞങ്ങൾക്ക് അർഹതപ്പെട്ട സാമ്പത്തികമായിട്ടുള്ള ആനുകൂല്യം നൽകിയേ മതിയാവൂ എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ നേരിൽ കണ്ടും സംസാരിച്ചും റവന്യൂ മന്ത്രി പലതവണ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാം സംസാരിച്ചിട്ടുണ്ട്. മാത്രമല്ല മെമ്മോറാണ്ടം അയച്ചതിന് കണക്കില്ല. ഒരു ഗവൺമെന്റിന് ചെയ്യാവുന്നിടത്തോളം കാര്യങ്ങൾ, ഒരുപക്ഷെ ചെയ്യാവുന്നതിന്റെ അപ്പുറത്തും കാര്യങ്ങൾ ചെയ്തതിന് ശേഷവും കണ്ണിൽ ചോരയില്ലാത്ത സമീപനവുമായി രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് നരേന്ദ്രമോദി സർക്കാർ കേരളത്തോട് കാണിക്കുന്ന ഈ ക്രൂരത അവസാനിപ്പിച്ച് കേരളത്തെ സാമ്പത്തികമായി ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ പരിഹരിച്ച് സംരക്ഷിക്കണം. വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം ലഭ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കണ്ണിൽ ചോരയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് അവർ പറഞ്ഞു. CPI ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. VP ചിത്തരഞ്ജൻ MLA ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. MLAമാരായ H. സലാം, തോമസ് K. തോമസ്, ദലീമ ജോജോ, മുൻ MP അഡ്വക്കേറ്റ് M. ആരിഫ്, CB ചന്ദ്രബാബു, TT ജിസ്മോൻ, VT ജോസഫ്, I. ഷിഹാബുദ്ദീൻ, അഡ്വക്കേറ്റ് ഉമ്മൻ ആലുംമുട്ടിൽ, സാദിഖ് മക്കീൽ, നിസാമുദ്ദീൻ മൗലവി, ജയ്സപ്പൻ മത്തായി, H. മുഹമ്മദ് അലി, പ്രദീപ് കുമാർ എന്നിവർ ധർണയിൽ സംബന്ധിച്ചു. കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരവും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക, IRC തീരുമാനപ്രകാരമുള്ള കൂലിയും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് പണിമുടക്ക് സമരം സംഘടിപ്പിച്ചത്. കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരം നടത്തി. കയർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ന്യായമായ വേതനം, കുടിശ്ശികയായ ആനുകൂല്യങ്ങളുടെ വിതരണം, ചകിരി ലഭ്യത എന്നീ പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് സമരം നടത്തിയത്. ആലപ്പുഴ ഡെപ്യൂട്ടി ലേബർ കമ്മീഷൻ വിളിച്ചു ചേർത്ത യൂണിയനുകളുടെ യോഗത്തിൽ കയർ തൊഴിലാളികളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്ത സാഹചര്യത്തിലാണ് പണിമുടക്ക് സമരം സംഘടിപ്പിച്ചത്. പണിമുടക്ക് സമരത്തിന്റെ ഭാഗമായി ആലപ്പുഴ കളക്ടറേറ്റ് പടിക്കലേക്ക് സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തിയിരുന്നു. EMS സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ അവസാനിച്ചു. തുടർന്ന് നടന്ന ധർണ VS മണി ഉദ്ഘാടനം ചെയ്തു. നടത്തിക്കൊണ്ടുപോകാൻ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആശ്വാസം നൽകാൻ ഗവൺമെൻറ് അടിയന്തരമായി ഇടപെടണമെന്നും അതിൻ്റെ ഭാഗമായി ഈ രംഗത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കയർ ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് കയർപെട്ട് കയർ സംഭരിച്ച് മാറ്റി സംഘങ്ങൾക്കും മറ്റ് ചെറുകിട ഉത്പാദകർക്കും നൽകുക, ആ രൂപത്തിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിന് മറ്റു നേതാക്കൾ കത്ത് കൊടുക്കുകയും കഴിഞ്ഞ 29-ാം തീയതി ഒരു ദിവസത്തെ സൂചന പ്രകടനം സംഘടിപ്പിച്ച് ഇതെല്ലാം വിശദീകരിക്കും. ഗവൺമെൻറ് ഈ പ്രശ്നത്തിൽ ഇടപെടും എന്ന് കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക, IRC തീരുമാനപ്രകാരമുള്ള കൂലിയും ആനുകൂല്യങ്ങളും നടപ്പിലാക്കുക, കയർത്തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക, സൊസൈറ്റികളും വിവിധ യൂണിയനുകളും ഒന്നിച്ചു നിന്ന് മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി ഭാരവാഹികൾ ഉന്നയിച്ചു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R. ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി.
ഭിന്നശേഷി മേഖലയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം നടത്തുന്ന ജില്ലാ പഞ്ചായത്തിനുള്ള സംസ്ഥാനതല പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഏറ്റുവാങ്ങിയത്. ഭിന്നശേഷി വിഭാഗക്കാരുടെ ക്ഷേമത്തിനായി ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കിയ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് ആലപ്പുഴ ജില്ലയെ പുരസ്കാരത്തിന് അർഹമാക്കിയത്. വിദ്യാഭ്യാസത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഭിന്നശേഷിക്കാരെ കണ്ടെത്തി ജില്ലാ പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് തുല്യതാ പരീക്ഷയും പരിശീലനവും നടത്തി. അപേക്ഷിച്ച മുഴുവൻ പേർക്കും വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് നൽകി. ഗ്രാമപഞ്ചായത്തുകൾക്ക് ഭിന്നശേഷി ക്ഷേമത്തിനുള്ള പദ്ധതികൾക്ക് കൂടുതൽ തുക വിഹിതം നൽകിയതും ആധുനിക ഇലക്ട്രിക്കൽ വീൽചെയർ വിതരണം നടത്തിയതും ഭിന്നശേഷി വിഭാഗക്കാരുടെ തൊഴിൽമേളയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് അവാർഡിനായി പരിഗണിച്ചത്. പി ബാലചന്ദ്രൻ MLA ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS താഹ, പഞ്ചായത്ത് സെക്രട്ടറി KR ദേവദാസ്, ജില്ലാ സാമൂഹികനീതി ഓഫീസർ AO അബിൻ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ജില്ലാ ഭരണകൂടവും നാഷണൽ ട്രസ്റ്റ് LLCയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ബ്ലോക്ക് തല പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ഭരണകൂടവും നാഷണൽ ട്രസ്റ്റ് LLCയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി ബ്ലോക്ക് തല പരിശീലനം സംഘടിപ്പിച്ചു. ഭൗതിക പരിമിതി, ഓട്ടിസം, സെറിബ്രൽ പൾസി, ബഹുവൈകല്യം എന്നിവയുള്ള പ്രായപൂർത്തിയായവരുടെയും അത്യാവശ്യ ഘട്ടങ്ങളിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നതിനുള്ള നാഷണൽ ട്രസ്റ്റ് നിയമങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനായിട്ടാണ് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോളി ചടങ്ങിൽ അധ്യക്ഷയായി. സീനിയർ സിവിൽ ജഡ്ജ് പ്രമോദ് മുരളി മുഖ്യപ്രഭാഷണം നടത്തി. തൈക്കൽ അന്ധകാരനടി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ജനപ്രതിനിധികളും തീരദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തൈക്കൽ അന്ധകാരനടി റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പട്ടണക്കാട് കടക്കരപ്പള്ളി ജനപ്രതിനിധികളും തീരദേശവാസികളുടെയും നേതൃത്വത്തിൽ നിരാഹാര സമരം നടത്തി. KPCC ജനറൽ സെക്രട്ടറി MJ ജോബ് നിരാഹാര സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തീരെ നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് ഈ കളക്ടറേറ്റിന്റെ വാതിൽക്ക് ഇതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ രണ്ടുപേരും കുത്തിയിരിക്കുന്നതാണ്. ആ ജനപ്രതിനിധികളൊക്കെ ഇതുപോലെ കുത്തിയിരുന്ന് സമരം നടത്തേണ്ട ഗതികേടുണ്ടാവില്ല. ഇത് നിങ്ങളുടെ പഞ്ചായത്തിൽ മാത്രമുള്ള വിഷയമല്ല. ആലപ്പുഴയിലെ കേരളത്തിലെ മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാം വഴിമുട്ടിരിക്കുന്ന ദയനീയമായൊരവസ്ഥയിലാണ്. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1,25,000 കോടി രൂപയുടെ കടം മാത്രമാണ് സംസ്ഥാനത്തുണ്ടായത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയുമായി ഇത്ര കാലത്തിനുള്ളിൽ ആ 1,25,000 കോടി രൂപയുടെ കടം 4.25 ലക്ഷം രൂപയുടെ കടമാക്കി മാറി. പ്രദേശത്തെ പഞ്ചായത്ത് ജനപ്രതിനിധികൾ നിരവധി തവണ സ്ഥലം MLAയ്ക്കും പൊതുമരാമത്ത് വകുപ്പിനോടും റോഡിന്റെ ശോചനീയാവസ്ഥയെ സംബന്ധിച്ച് പരാതി നൽകുകയുണ്ടായി. എന്നാൽ റോഡിനായി ഫണ്ട് അനുവദിക്കുമെന്ന പൊള്ളയായ വാഗ്ദാനം മാത്രമാണ് തങ്ങൾക്ക് ലഭിച്ചതെന്നും സഞ്ചാരം ദുർഘടമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് ജനപ്രതിനിധികൾ മുൻകൈയെടുത്ത് ഇത്തരത്തിലൊരു സമരത്തിൽ ഇറങ്ങിത്തിരിക്കേണ്ടി വന്നതെന്നും ജനപ്രതിനിധികൾ പറഞ്ഞു. കടക്കരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് ചിങ്കുതറ, പട്ടണക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് TS ജാസ്മിൻ, ജില്ലാ പഞ്ചായത്ത് അംഗം സജിമോൾ ഫ്രാൻസിസ്, മറ്റ് ജനപ്രതിനിധികളായ PR രാജേഷ്, ആതിര, L മിനിമോൾ, സിനി സാലസ്, ജാൻസി, മേഴ്സി കുര്യൻ, റാണി ജോർജ്, രാജേഷ് തോട്ടതറ എന്നിവർ നിരാഹാര സമരത്തിന് നേതൃത്വം നൽകി. പ്രദേശത്തെ നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ സമരത്തിൽ പങ്കെടുത്തു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി നടത്തി. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ MV പ്രിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സമഗ്ര ശിക്ഷ കേരള BRC മങ്കൊമ്പിന്റെ നേതൃത്വത്തിൽ ലോക ഭിന്നശേഷി ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TG ജലജകുമാരി ചടങ്ങിൽ അധ്യക്ഷയായി. കുട്ടനാട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PM ബാലകൃഷ്ണൻ, SSK സ്റ്റേറ്റ് പ്രോഗ്രാം ഓഫീസർ ഷാജി, മങ്കൊമ്പ് BPC രാജേഷ് വിജയൻ, SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ സുനിൽ മർക്കോസ്, S മനു, ജെസിയമ്മ ആന്റണി എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ഇൻക്ലൂസീവ് കായികമേളയിൽ പങ്കെടുത്ത ജേതാക്കളായ കുട്ടികളെ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ആദരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
സംസ്ഥാനത്ത് 1000 സീ ഫുഡ് റെസ്റ്റോറന്റുകൾ തുറക്കുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ആലപ്പുഴ വളഞ്ഞവഴിയിൽ മത്സ്യഫെഡിന്റെ ജില്ലാ ഓഫീസ് കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്പലപ്പുഴ MLA ചിസലാം ചടങ്ങിൽ അധ്യക്ഷനായി. വയനാട് മുണ്ടക്കൈ ദുരന്തത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ LDFന്റെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ചും ധർണയും നടത്തി. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച ധർണ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ ഭിന്നശേഷി അവാർഡ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഏറ്റുവാങ്ങി. ഭിന്നശേഷി മേഖലയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമാണ് വകുപ്പ് മന്ത്രി R ബിന്ദുവിൽ നിന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഏറ്റുവാങ്ങിയത്. ജില്ലാ ഭരണകൂടവും നാഷണൽ ട്രസ്റ്റ് LLCയും ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ച ചമ്പക്കുളം ബ്ലോക്ക് തല പരിശീലന പരിപാടി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. കയർ മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പണിമുടക്ക് സമരവും കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സ്ഥിരപ്പെടുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചായിരുന്നു ധർണ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.